നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയിലെ വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്നതാണ്. അതായത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പോൾ മനുഷ്യ ശരീരത്തിന് വളരെയധികം ആവശ്യമായ, അതായത് പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്യാൻ വേണ്ടി വളരെയധികം ആവശ്യമായ ഘടകങ്ങളാണ് എന്ത്? ഈ ജീവകങ്ങൾ, അതായത് വൈറ്റമിൻസ്. അപ്പോൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആരാണ് ഈ വൈറ്റൽ അമൈൻസ്, അതായത് വൈറ്റമിൻസ് എന്ന പേര് നിർദ്ദേശിച്ച ആരാണ്? കാസിമർ ഫങ്ക് എന്ന സയന്റിസ്റ്റ് ആണ് വൈറ്റമിൻസ് എന്ന പേര് നിർദ്ദേശിച്ചത്. അതായത് നമുക്ക് വളരെയധികം ആവശ്യമുള്ളത് എന്ന അർത്ഥം വരുന്ന, എന്നാൽ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യം വരുന്ന എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് വൈറ്റൽ അമൈൻസ്. അപ്പോൾ ജീവകങ്ങൾക്ക് വൈറ്റമിൻസ് എന്ന പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? കാസിമർ ഫങ്ക്. ജീവകങ്ങളെ രണ്ട് തരമായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവ, പിന്നെന്താണ്, ജലത്തിൽ ലയിക്കുന്നവ എന്നാണ്. അതായത് വാട്ടർ സോല്യുബിളും ഫാറ്റ് സോല്യുബിളുമായിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ച് പറയാം. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ? എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ് കേട്ടോ. റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ വൈറ്റമിൻ എയുടെ ധർമ്മം എന്താണ്? റെറ്റിനോൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റെറ്റിനയുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ എന്താണ്? കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ കണ്ണിന്റെ കാഴ്ച, കണ്ണിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് എന്ത്? വൈറ്റമിൻ എ. അതേസമയം പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന എന്താണ്? എന്ത് ഘടകമാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്? അത് ബീറ്റ കരോട്ടിൻ ആണ് കേട്ടോ. ബീറ്റ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്. അപ്പം വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഉള്ളത്? വൈറ്റമിൻ എ, ക്യാരറ്റ് ഉണ്ട് അല്ലേ, ക്യാരറ്റ് ഉണ്ട്. പിന്നെന്താണ്, മുരിങ്ങ ഇലയിലുണ്ട്. പിന്നെ പല മലക്കറികൾ, അതായത് ഇലക്കറികളിലെല്ലാം വൈറ്റമിൻ എ കാണപ്പെടാറുണ്ട്. പാലിലും വൈറ്റമിൻ എ കാണാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ അധികമായാൽ അത് സംഭരിച്ചു വെക്കാറുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ അമിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ എ നമ്മുടെ കരളിലാണ് സംഭരിച്ചു വെക്കാറുള്ളത്. ഇപ്പോൾ വൈറ്റമിൻ എയുടെ ലഭ്യത കുറവായി വന്നു കഴിഞ്ഞാൽ ഈ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വൈറ്റമിൻ എ ഉപയോഗിക്കും. ഈ വൈറ്റമിൻ എയുടെ അഭാവം മൂലം നമുക്കുണ്ടാകുന്ന അസുഖമാണ് എന്ത്? നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു രോഗം എന്താണ്? സീറോഫ്താൽമിയ കേട്ടോ. സീറോഫ്താൽമിയ അഥവാ മാലക്കണ്ണ് എന്നറിയപ്പെടുന്ന അസുഖമാണ് കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കോർണിയ, നമ്മുടെ കണ്ണിന്റെ കോർണിയ വറ്റി വരണ്ട ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന രണ്ട് അസുഖങ്ങളാണ് ഏതൊക്കെ? സീറോഫ്താൽമിയയും നൈറ്റ് ബ്ലൈൻഡ്നെസ്സും. അപ്പോൾ ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന രണ്ടാമത്തെ ജീവകമായ വൈറ്റമിൻ ഡിയെ കുറിച്ച് നോക്കാം. എന്താണ് വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം? കാൽസിഫെറോൾ ആണ് കേട്ടോ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നാണ്. കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് കാൽസ്യം ഡി, അഥവാ കാൽസിഫെറോൾ. അത് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, കാൽസിഫെറോൾ, കാൽസ്യം. അപ്പോൾ അങ്ങനെ ഓർത്തു വെക്കണം. അപ്പോൾ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? വൈറ്റമിൻ ഡി ആണ് കേട്ടോ. കാൽസിഫെറോൾ ആണ് ഉത്തരം. ഈ വൈറ്റമിൻ ഡിയെ സൺലൈറ്റ് വൈറ്റമിൻ എന്നും പറയപ്പെടുന്നു. കാരണം സൂര്യപ്രകാശം കൊള്ളുമ്പോൾ ശരീരത്തിൽ നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ, അതായത് അൾട്രാവയലറ്റ് റേസ് ഉണ്ടല്ലോ സൂര്യപ്രകാശത്തിൽ. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസ് അടിക്കുമ്പോൾ നമ്മുടെ ത്വക്കിനടിയിൽ തന്നെയുള്ള എർഗോസ്റ്റെറോൾ എന്ന കൊഴുപ്പ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രാവിലെയും വൈകിട്ടും ഉള്ള ഇളം വെയിൽ കൊള്ളണമെന്നൊക്കെ പണ്ട് കാലം പോലെ ആൾക്കാർ പറയുന്നത്, മുതിർന്നവരൊക്കെ പറയുന്നത്. ഈ വൈറ്റമിൻ ഡി തന്നെയാണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത്. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ് കേട്ടോ. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത വന്നു കഴിഞ്ഞാൽ എവിടെയായിരിക്കും, ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അസ്ഥികളിലാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം ബാധിക്കുന്നത്. അപ്പോൾ ഇത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിലും കുട്ടികളിലും രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്.
വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത അഥവാ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഈ കുട്ടികളുടെ കയ്യിലെയോ കാലിലെയോ ഒക്കെ നീളം കൂടിയ അസ്ഥികൾ, അതായത് കയ്യിലെയും കാലിലെയും ഒക്കെ അസ്ഥികൾ വളഞ്ഞ് വില്ല് പോലെ ആവുന്ന ഒരവസ്ഥയാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയപ്പെടുന്നത്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ള വൈറ്റമിൻ ഇ ആണ് കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്ന മൂന്നാമത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫെറോൾ ആണ് കേട്ടോ. ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകവും എന്ത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകവും ഏത് തന്നെയാണ്? ഈ വൈറ്റമിൻ ഇ തന്നെയാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. അത് എന്തിനു സഹായിക്കുന്നതാണെന്നറിയാമോ? ഈ ചർമ്മത്തിന് ഇച്ചിരൂടെ വെളുപ്പ് കൊടുക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. ഈ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പോൾ വൈറ്റമിൻ ഇയെ ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ജീവകം, അതായത് നിരോക്സികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നും ഹോർമോൺ വൈറ്റമിൻ എന്നും എല്ലാം അറിയപ്പെടുന്ന ഈ വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വന്ധ്യത വരും കേട്ടോ. സ്റ്റെറിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ വൈറ്റമിൻ ഇ തന്നെയാണ്. ഈ വൈറ്റമിനിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫെറോൾ എന്നാണ് കേട്ടോ. ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ കെ ആണ് ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ എന്നാണ് കേട്ടോ. ഫില്ലോക്വിനോണിന്റെ പ്രധാന ധർമ്മം എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ അഥവാ ഫില്ലോക്വിനോൺ. കരളിന്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാൻ ആവശ്യമായ ജീവകം ഏതാണ്? അതും വൈറ്റമിൻ കെ തന്നെയാണ്. പക്ഷേ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതായിരുന്നു? അത് വൈറ്റമിൻ എ ആണ് കേട്ടോ. കരളിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ട ജീവകം കെ ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എ ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ കെ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ വൻകുടലിലാണ് കേട്ടോ. വൻകുടലിലുള്ള ഈ കോളൈ ബാക്ടീരിയ, അതായത് എസ്കറിഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ വൈറ്റമിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഹെമറേജ്, ഹീമോഫീലിയ എന്നിവയാണ്. വൈറ്റമിൻ കെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഹെമറേജ്, ഹീമോഫീലിയ എന്നീ അസുഖങ്ങൾ. ഹീമോഫീലിയ എന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ജനറ്റിക് ഡിസോർഡർ ആണ്. പക്ഷേ വൈറ്റമിൻ കെയുടെ കുറവ് വന്നാലും ഈ സിംറ്റംസ്, ഹീമോഫീലിയയുടെ സിംറ്റംസ് ആ രോഗിയിൽ കാണിക്കാൻ തുടങ്ങും. ഹീമോഫീലിയ ശരിക്കും ജനറ്റിക് ഡിസോർഡർ തന്നെയാണ്. പക്ഷേ അതേ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. എപ്പോൾ? ഈ വൈറ്റമിൻ കെയുടെ അഭാവം വന്നാലും ആ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാലോ അല്ലേ? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം, ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ രക്തം വെളിയിൽ വാർന്ന് പൊക്കോണ്ടിരിക്കും. രക്തം കട്ട പിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്, ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ കെ ഇല്ലെങ്കിലും എന്താണ്? രക്തം കട്ട പിടിക്കാതെ വരും. അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ആണ് എന്താണ് ആ സിംറ്റംസ് കാണിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഹെമറേജ് എന്താണ്? ഹെമറേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ കുറിച്ച്, ജീവകങ്ങളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ജലത്തിൽ, വാട്ടറിൽ ലയിക്കുന്ന, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി കോംപ്ലക്സ് കേട്ടോ. ബി കോംപ്ലക്സും പിന്നെ സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കുറേ വൈറ്റമിൻസിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ബി കോംപ്ലക്സിൽ B1 എന്ന വൈറ്റമിനെ കുറിച്ച് നോക്കാം. തയാമിൻ എന്നാണ് വൈറ്റമിൻ B1ന്റെ ശാസ്ത്രീയമായിട്ടുള്ള നാമം. തവിടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം ഏതാണ്? തവിടില്, അരിയുടെ തൊലിയില്, ആ തവിടിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം തയാമിനാണ്. B1 ആണ് വൈറ്റമിൻ. അപ്പോൾ ഈ വൈറ്റമിൻ B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ബെറിബെറി എന്നറിയപ്പെടുന്നത് കേട്ടോ. ബെറിബെറി എന്ന അസുഖം വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്.
അടുത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2വിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലാവിൻ എന്നാണ് കേട്ടോ. റൈബോഫ്ലാവിൻ എന്നാണ് വൈറ്റമിൻ B2വിന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ പാലിൽ കാണപ്പെടുന്ന ജീവകമാണ് എന്ത്? ഈ വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ. പാലിന് ഇളം മഞ്ഞ നിറം കൊടുക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാലും റൈബോഫ്ലാവിൻ ആണ് കേട്ടോ. പാലിൽ ഇളം വെയിലേറ്റാൽ പാല് ചൂടായി നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും അത് റൈബോഫ്ലാവിൻ ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകവും ഏത് തന്നെയാണ്? റൈബോഫ്ലാവിൻ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള ജീവകം വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3. അപ്പോൾ എന്താണ് ഇതിന്റെ വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം? നിയാസിൻ എന്നാണ് കേട്ടോ. നിയാസിൻ എന്നാണ് വൈറ്റമിൻ B3യുടെ ശാസ്ത്രീയ നാമം, അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നും പറയുന്നുണ്ട്. ഈ വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? പെല്ലഗ്ര എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5. അപ്പം വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ് കേട്ടോ. പാൻറ്റോത്തനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B5ന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ വൈറ്റമിൻ B5 എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? കൊഴുപ്പിന്റെയും കാർബോഹൈഡ്രേറ്റുകളുടെയും ബ്രേക്ക് ഡൗണിനാണ് സഹായിക്കുന്നത് കേട്ടോ വൈറ്റമിൻ B5. അപ്പോൾ നമ്മുടെ അരുണ രക്താണുക്കൾ RBCകൾ ഉണ്ടാക്കാനും പിന്നെന്താണ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ്, അതായത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെയൊക്കെ പ്രൊഡക്ഷനിലൊക്കെ ഈ വൈറ്റമിൻ B5 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B6 ആണ്. B6 അതായത് പിരിഡോക്സിൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ പിരിഡോക്സിന് നമ്മുടെ നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, തലച്ചോറിന്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്കും പിന്നെന്താണ് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഒക്കെ ആരോഗ്യത്തിന്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെയും നാഡീവ്യവസ്ഥയുടെയും ഒരു ആരോഗ്യകരമായ അവസ്ഥയ്ക്കും എല്ലാം സഹായിക്കുന്നതാണ് എന്ത്? വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B7 ആണ്. B7 അതായത് ബയോട്ടിൻ എന്ന് പറയും. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ജീവകവും എന്ത് തന്നെയാണ്? വൈറ്റമിൻ B7 ആണ്. അപ്പോൾ ഈ നമ്മുടെ B7 ബയോട്ടിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നല്ലൊരു നാഡീവ്യവസ്ഥ, ആരോഗ്യമുള്ള ഒരു നെർവസ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെന്താണ് കരളിലെ മെറ്റാബോളിസം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയാണ് വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ സഹായിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B9. വൈറ്റമിൻ B9ന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B9ന്റെ ശാസ്ത്രീയ നാമം. പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾക്ക് ആദ്യത്തെ ഒരു 4 മാസം നിർബന്ധമായിട്ട് എന്താണ് നൽകേണ്ട ഒരു ജീവകമാണ് എന്ത്? ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. വൈറ്റമിൻ M എന്നറിയപ്പെടുന്ന ജീവകവും ഫോളിക് ആസിഡ് തന്നെയാണ്. അപ്പോൾ വൈറ്റമിൻ B9ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ്, അതായത് ഫോളിക് ആസിഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നത്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് ആണ് എന്ത്? പ്രഗ്നൻസി സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ന്യൂറൽ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്നത്. ഈ ബർത്ത് ഡിഫക്റ്റ് ഒന്നും ഇല്ലാതെ നാഡീവ്യവസ്ഥയും തലച്ചോറിന്റെ ഒക്കെ പ്രോപ്പർ ഡെവലപ്മെന്റിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡ് ഹൃദ്രോഗത്തിന്റെ സാധ്യതയും കുറയ്ക്കും, സ്ട്രോക്കിന്റെ സാധ്യതകൾ കുറയ്ക്കുന്നു, പിന്നെ ക്യാൻസറിന്റെ സാധ്യതകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ജീവകമാണ് ഫോളിക് ആസിഡ്, അതായത് വൈറ്റമിൻ B9. വൈറ്റമിൻ B9 നമ്മുടെ സ്കിന്നിന്റെയും നഖങ്ങളുടെയും പിന്നെന്താണ് തലമുടിയുടെ ഒക്കെ ആരോഗ്യത്തിനെല്ലാം സഹായിക്കുന്ന ഒരു ജീവകമാണ് ഫോളിക് ആസിഡ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ B12 ആണ്, അതായത് സയാനോ കൊബാലമീൻ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന മെയിൻ കണ്ടന്റ് എന്താണ്? കൊബാൾട്ട് ആണ് കേട്ടോ. കൊബാൾട്ട്. വൈറ്റമിൻ B12ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയും കേട്ടോ. പെർനീഷ്യസ് അനീമിയ. അപ്പോൾ വൈറ്റമിൻ B12 എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? നമ്മുടെ DNA സിന്തസിസ്, നമ്മുടെ DNA നിർമ്മിക്കാൻ വേണ്ടി വളരെ ആവശ്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. പിന്നെന്താണ്? അരുണ രക്താണുക്കളുടെ പ്രൊഡക്ഷനും പിന്നെ നാഡീവ്യവസ്ഥയുടെ കറക്റ്റായിട്ടുള്ള ഫംഗ്ഷനും എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് സയാനോ കൊബാലമിൻ, അതായത് വൈറ്റമിൻ B12. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ B കോംപ്ലക്സ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള, അതായത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസിൽ നമുക്ക് നോക്കാനുള്ളത് ഇനി വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. അസ്കോർബിക് ആസിഡ്. ആദ്യമായിട്ട് മനുഷ്യൻ തിരിച്ചറിഞ്ഞ ജീവകമാണ് വൈറ്റമിൻ C. അതേപോലെ തന്നെ ആദ്യമായിട്ട് ലാബിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ജീവകം
വൈറ്റമിൻ സി തന്നെയാണ്. ആഹാരം പാചകം ചെയ്യുമ്പോൾ ചൂട് തട്ടിയാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ജീവകവും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? നാരങ്ങയുടെ ഫാമിലിയിൽ പെടുന്നതെല്ലാം, അതായത് നാരങ്ങ, ചെറുനാരങ്ങ, ഓറഞ്ച്, മൊസംബി, ഇതെല്ലാം തന്നെ, പിന്നെ എന്താണ് മാതളം, അതിനകത്തെല്ലാം വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഒരുപാടുണ്ട്. പിന്നെ എന്താണ്, നെല്ലിക്ക, പേരയ്ക്ക, തണ്ണിമത്തൻ, പിന്നെ മുരിങ്ങയില, അങ്ങനത്തെ ഇലവർഗ്ഗങ്ങളിലും എല്ലാം തന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശേഷി നന്നായി കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവും ഇത് തന്നെയാണ്? വൈറ്റമിൻ സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവും വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും വൈറ്റമിൻ സി ആണ്. പിന്നെ എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തിനെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളിൽ നിന്നും ഇരുമ്പിന്റെ അംശം വലിച്ചെടുക്കാൻ അതിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനും ജീവകവും ഏത് തന്നെയാണ്? വൈറ്റമിൻ സി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. സ്കർവി എവിടെയാണ് വരുന്നത്? നമ്മുടെ മോണയിലാണ് കേട്ടോ. മോണയിലാണ് സ്കർവി എന്ന അസുഖം വരുന്നത്. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖവും ഏത് തന്നെയാണ്? സ്കർവിയാണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.